മലകളാൽ ചുറ്റപ്പെട്ട ന്യോപിൻ എന്ന ചെറുഗ്രാമത്തിലെ രസകരമായ കാഴ്ചകളിലേക്ക്. ഇവിടുത്തെ കുരുന്നുകൾക്ക് എന്നും ഉത്സവമാണ്. Thank you, Jesus. Thank you, Jesus. After traveling several hours on that bumpy road, we've reached late last night to this beautiful village called Nyapin. ഈ പ്രദേശത്തെക്കുറിച്ചും ഈ ദേവാലയത്തെക്കുറിച്ചുമുള്ള ബ്രദർ ക്യാമ്പനിന്റെ ബ്ലോഗ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. Mountains and its peak reaching over the skies in front of the parish church building, and I will show you the stone, the silver jubilee stone that was laid over here, and you can see that silver jubilee, and it says Silver Jubilee Celebration Memorial Stone of Divine Mercy Catholic Church Nyapin, and blessed by Reverend Father Jacob Mattathilani, VG Diocese of Itanagar, on 5th December 2010. Well, 8 years ago, this parish, and this is the parish church, and it was constructed with the generosity of Mr. and Mrs. Vince Falcon, and it is a Divine Mercy Church Nyapin. And there are also other mountain ranges, that are plenty of mountain ranges. Of course, this is a land of rising sun, which is full of mountains. And right across this road, we see the presbytery, where the priests of this parish who belong to the Holy Cross are reciting. So he is a touring catechist over here, Gyamar Khaing, and who has brought the hostlers from a village just now, and you see them getting down, unloading their luggage. And these Holy Cross fathers are running a school here up to class 2 on top of that mountain. That school is under construction, and next to that there is a small hut, and we are going to go there in a few minutes time and see that. And now we have this touring catechist, and his name is Gyamar Khaing. And कहाँ से आ रहा है अभी? हिया बस्ती से. हिया बस्ती से. क्यों आया उसी बस्ती में? बच्चा लोग को लेके आया. बच्चा लोगों को? स्कूल. और ये वो बस्ती कितने दूर है? यहाँ से 18 किलोमीटर. 18 kilometer. Oh, Jejeshu. Catholic believers. Oh, this is another Catholic believer. Nomingo Hunge. Tameyaji. Her name is Tameyaji. So ये parish में कितने लोगों, कितने families है? Families 140. 140 families. Nyapin. അയ്യാ. പഴയ കാലഘട്ടത്തെ അപേക്ഷിച്ച് ഇവിടെ നല്ല മാറ്റം വന്നിട്ടുണ്ടെന്നാണ് മിഷണറി വൈദികർ പറഞ്ഞത്. മിഷണറിമാർ ഉദ്ദേശിച്ചത് ഇവരുടെ ജീവിതാവസ്ഥകളെക്കാളും ചിന്തയിൽ വന്ന മാറ്റത്തെയാണ്. അതിന് കാരണം ഒന്നേ പറയണ്ടു: വിദ്യാഭ്യാസം. ഈ പ്രദേശത്ത് ഒരു മിഷൻ സ്കൂൾ വന്നതോടുകൂടി പ്രകടമായ മാറ്റമാണ് സംഭവിച്ചത്. കുട്ടികളും മാതാപിതാക്കളും നല്ല ആവേശത്തിലാണ്. ജീവിതത്തോടുള്ള ഇവരുടെ കാഴ്ചപ്പാട് തന്നെ ആകെ മാറി. എല്ലാവരും തങ്ങൾക്ക് ലഭിക്കാതിരുന്ന ഭാഗ്യം തങ്ങളുടെ മക്കൾക്ക് ലഭിച്ചതിൻ്റെ സന്തോഷം മിഷണറിമാരോട് പങ്കുവെക്കുന്നത് ആശ്ചര്യത്തോടെ കേട്ടിരുന്നു പോയിട്ടുണ്ട്. ചേട്ടാ, ഈ ന്യോപിൻ ഗ്രാമത്തിൽ ആദ്യമായി വന്ന വൈദികൻ ആരാണ്? ആദ്യമായി വന്ന വൈദികൻ എൻ്റെ അറിവിൽ ഫാദർ സി ജോസാണ്. അതെയോ? ഏത് വർഷമാണ് വന്നത്? 84, 83 കാലഘട്ടത്തിൽ. 85-ലാണ് ഇവിടെ പള്ളി ഉണ്ടാക്കിയത്. ഓ, ആ കാലഘട്ടത്തിൽ വന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? അതെ, ഫാദർ ഇവിടെ ടൂറിങ് വന്നുകൊണ്ടിരുന്നു. ഹർമുട്ടിയിൽ വെച്ച് ക്രിസ്തുവിനെ അറിഞ്ഞവരാണ് നേതൃത്വം കൊടുത്തത്. ഓക്കെ. ഹർമുട്ടിൽ വെച്ച് ക്രിസ്തുവിനെ അറിഞ്ഞവർ ഇവിടെ പള്ളി ഉണ്ടാക്കി. എന്നാൽ അച്ഛൻ വന്ന 85 ആണെന്നാണോ ഉദ്ദേശിച്ചത്? ഓക്കെ. അതിനുശേഷം പ്രേംഭായ് ഇവിടെ വന്നിരുന്നു. ഒത്തിരി തവണ.
ഫാദർ സി സി ജോസ് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ കുർബാന ഉണ്ടായിരുന്നു. കുർബാന ഉണ്ടായിരുന്നു. വർഷത്തിൽ എത്ര പ്രാവശ്യമാണ് ഇവിടെ കുർബാന ഉണ്ടായിരുന്നത്? വർഷത്തിൽ 2-3 പ്രാവശ്യം ഉണ്ടായിരുന്നു. ഫാദർ സി സി ജോസ് വീണ്ടും വന്നുകൊണ്ടിരുന്നു അല്ലേ? ഏതെങ്കിലും സിസ്റ്റേഴ്സ് ഇവിടെ വരുന്നുണ്ടായിരുന്നു? സിസ്റ്റേഴ്സ് ഇവിടെ വരാറുണ്ട്. മദർ തെരേസ സിസ്റ്റേഴ്സ്. അവർ മാസത്തിലൊരിക്കൽ വരുന്നുണ്ടായിരുന്നോ? അവര് ഓരോ മാസവും വന്ന രോഗികളെ സന്ദർശിച്ചും മരുന്ന് കൊടുത്തും ഗ്രാമത്തിലൂടെ സഞ്ചരിച്ചു. ഞങ്ങളെ കൊന്ത ചെല്ലാനും പ്രാർത്ഥിക്കാനും ഒക്കെ പഠിപ്പിച്ചു. ശേഷം കാര്യമായ രോഗമുണ്ടായിരുന്നവരെ പാലിനിലേക്ക് കൊണ്ടുപോകും. ഓ, അവരുടെ ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയി അല്ലേ? എങ്ങനെയാണ് കൊണ്ടുപോയത്? വണ്ടിയിലാണോ? അതെ, വണ്ടിയിൽ കൊണ്ടുപോയി. 85-ൽ താങ്കൾ ക്രിസ്തുവിനെ അറിയുകയും അതിനുശേഷം ഇവിടുത്തെ കാറ്റഗിസ്റ്റായി ഇവരെ നയിക്കുകയും ചെയ്തിരുന്നു അല്ലേ? അതെ, മുഴുവൻ വില്ലേജുകളിൽ കൂടി ഞാൻ ഭജന പ്രഘോഷണത്തിനായി നടന്നിരുന്നു. ഓക്കെ. ഇവിടെ എത്ര ഗ്രാമങ്ങളാണുള്ളത്? 15 ഗ്രാമങ്ങളാണുള്ളത്. ഓ, 15 ഗ്രാമങ്ങളല്ലേ? അപ്പോൾ നിങ്ങൾ ഇതുവരെ നല്ലൊരു കത്തോലിക്കനായി ജീവിക്കുന്നു അല്ലേ? അതെ. നിങ്ങൾക്ക് എത്ര ഭാര്യമാരാണുള്ളത്? എനിക്ക് ഒരു ഭാര്യയുള്ളൂ. അവർ സുഖമായിരിക്കുന്നു? ഇപ്പോൾ അവര് ക്യാൻസർ രോഗം ബാധിച്ച് ആശുപത്രിയിലാണ്. ഓ, നിങ്ങൾക്ക് എത്ര കുട്ടികളാണുള്ളത്? എനിക്ക് 8 കുട്ടികളാണ്. ഇപ്പോഴും നമ്മുടെ കൂടെ ഉള്ളത് ഈ ഇടവകയിലെ ടൂറിംഗ് കാറ്റഗിസ്റ്റാണ്. ടൂറിംഗ് കാറ്റഗിസ്റ്റ് എന്ന് പറഞ്ഞാൽ വില്ലേജുകളിൽ നടന്ന അച്ഛന്മാർ പാരീഷിലുണ്ടെങ്കിലും വില്ലേജിലെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഒരു കാറ്റഗിസ്റ്റിനെ അപ്പോയിൻറ്റ് ചെയ്യും. നേരത്തെ അച്ഛന്മാർ വരുന്നതിന് മുമ്പ് ഇവർ തന്നെയായിരുന്നു പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നടത്തിയിരുന്നത്. അപ്പോൾ അച്ഛന്മാർ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വില്ലേജിലെ കാര്യങ്ങളൊക്കെ അവിടെ എന്തെങ്കിലും അടക്കോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ആ സമയത്ത് അച്ഛന്മാർക്ക് ചിലപ്പോൾ എത്താൻ പറ്റാതെ വരും. അപ്പോൾ ഇത് 1985 ഇവിടെ ആദ്യമായിട്ട് വന്നത് ഫാദർ സി സി ജോസ് ആണെന്നാണ് പറഞ്ഞത്. സലേഷ്യൻ ഫാദറാണ്. അച്ഛൻ ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ സുവിശേഷ പ്രഘോഷണം നടത്തിയിരിക്കുന്ന അച്ഛനാണ് ഫാദർ സി സി ജോസ്. നമ്മൾ കണ്ടുമുട്ടും, നമ്മൾ സംസാരിക്കും അച്ഛനുമായിട്ട്. അതുപോലെ തന്നെ പ്രേംഭായ്, നമുക്കറിയാം അരുണാചലിൻ്റെ അപ്പോസ്തലനായ പ്രേംഭായും ഇവിടെ വന്ന് ഇവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുമായിരുന്നു. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത് അൽമായ മിഷണറിമാരെ രൂപപ്പെട്ട ഒരു ക്രൈസ്തവ സമൂഹമാണ്. ഇവിടെ ഇവരെ 1985 അച്ഛൻ വരുന്നതിന് മുമ്പ് തന്നെ ചിലർ ഹർമുട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി അവിടെ നിന്ന് അച്ഛന്മാരിൽ നിന്ന് ക്രിസ്തുവിനെക്കുറിച്ച് അറിഞ്ഞ് ഇവിടെ വന്ന് ഇവരോട് പ്രസംഗിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇവർ നേരത്തെ തന്നെ ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ടാക്കി വെച്ചു. അങ്ങനെ അച്ഛനെ അവർ സ്വീകരിച്ച് അച്ഛൻ ഇവിടെ വന്ന് ആഘോഷമായിട്ട്. അച്ഛൻ വന്ന സമയത്ത് വലിയ ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ വന്നത് ക്രിസ്മസ് കാലത്തായിരുന്നു. വലിയ ആഘോഷങ്ങളാണ് ഞങ്ങൾ നടത്തിയത്. വലിയൊരു മിഥുനെ തന്നെ ഞങ്ങൾ കൊന്നു. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നോ? മറ്റു ഗ്രാമങ്ങളിൽ നിന്നുള്ള ധാരാളം ആൾക്കാരും വന്നിരുന്നു. തിന്നാനും കുടിക്കാനും ഒക്കെ ഇഷ്ടം പോലെ ഭക്ഷണപാനീയങ്ങൾ ഉണ്ടായിരുന്നു. അത് അന്ന് അച്ഛൻ വരുന്ന പ്രമാണിച്ചുകൊണ്ട് വലിയൊരു ഫംഗ്ഷൻ വെച്ചത് ക്രിസ്മസ് കാലമായിരുന്നു. അതിനുശേഷമാണെങ്കിലും ഈ കാലഘട്ടം വരെ വളരെ തീഷ്ണതയോട്ട് ഓടുന്നു, ഇനിയും ഓടിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഗ്യാമർ കായിൻ എന്നാണ്. ആ കാലഘട്ടത്തിൽ അന്ന് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ഓർഗനൈസ്ഡായിട്ടും പുള്ളി ജോലി ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള അനേകം മിഷണറിമാരുടെ കഠിന പ്രയത്നത്താൽ രൂപപ്പെട്ട ഒരു സമൂഹമാണ് ഇവിടെയുള്ളത്. ഇവർക്കിനി വേണ്ടത് അടുത്ത ലെവലിലേക്ക് കടക്കാനായിട്ട്. ഇവർക്ക് കഴിയാത്തൊരു മേഖല, പ്രത്യേകിച്ച് വിദ്യാഭ്യാസപരമായിട്ടും മറ്റവർക്ക് വേണ്ട പ്രാഥമിക സൗകര്യങ്ങൾ രൂപപ്പെടുത്താനുള്ളൊരു മേഖലയിൽ അവർക്ക് നമ്മുടെ സഹായം, മിഷണറിമാരുടെയും വൈദികരുടെയും സഹായം ആവശ്യമുണ്ട്. ആ ഒരു മേഖലയിലേക്കാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും അതുപോലെ ഇവരെ നയിച്ചുകൊണ്ടിരിക്കുന്നതും. അപ്പം ഇനിയും കൂടുതൽ പേര് ഇതുപോലെയുള്ള മിഷണറിമാർ ഇനി ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. നമുക്കതിനു വേണ്ടി കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ജയ് ജിശു. ജയ് ജിശു. പായലിഞ്ചായേ. അച്ഛാ, എൻ്റെ തലയിൽ കൈവച്ച് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? ഓ, തീർച്ചയായും ഞാൻ പ്രാർത്ഥിക്കാം. സമൃദ്ധമായിരിക്കണമേ കർത്താവേ, നമ്മുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെ സമൃദ്ധമായിരിക്കണമേ. പ്രത്യേകിച്ച് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സഹോദരൻ്റെ ഭാര്യയെ സൗഖ്യപ്രദം ഈശോയെ കുടുംബത്തിൻ്റെ കരുണ കാണിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ശംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നോടുകൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആമാ അതെ.
മറ്റൊരു വസ്തുത ഭാരതത്തിൽ ഇനിയും വിദ്യാലയങ്ങൾ വരേണ്ടതായുണ്ട്. 6 മുതൽ 14 വയസ്സുവരെയുള്ള ഇന്ത്യയിലെ കുട്ടികളിൽ പകുതിയിൽ താഴെ പേർ മാത്രമാണ് സ്കൂളിൽ പോകുന്നത്. ഈ പ്രായത്തിലുള്ള ഏകദേശം 35 ദശലക്ഷം കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള സാഹചര്യമില്ല. 5 മുതൽ 9 വയസ്സുവരെയുള്ള 53% പെൺകുട്ടികളും നിരക്ഷരരാണ്. ഇന്ത്യയിൽ 53% വാസസ്ഥലങ്ങളിൽ മാത്രമാണ് ഒരു പ്രാഥമിക വിദ്യാലയമുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഭാരതത്തിൽ ധാരാളം മിഷണറിമാരുടെ സേവനത്തിന്റെ ആവശ്യകത വർദ്ധിച്ചു വരികയാണ്. അതിനുവേണ്ടി പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും വകവയ്ക്കാതെയാണ് മിഷണറിമാർ ഇവിടെ രാപകൽ സേവനം ചെയ്തു പോരുന്നത്. ഇനി വരുന്ന തലമുറയെങ്കിലും സന്തോഷത്തോടെ ജീവിതം നയിക്കട്ടെ എന്ന ആഗ്രഹത്തോടെ. അച്ഛൻ പട്ടം കിട്ടിയതിന് ശേഷമാണോ നോർത്ത് ഈസ്റ്റിലേക്ക് വരുന്നത്? പട്ടം കിട്ടിയതിന് ശേഷമാണ് നോർത്ത് ഈസ്റ്റിലേക്ക് വരുന്നത്. റീജൻസിക്ക് 1 വർഷം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ പട്ടം കിട്ടിയതിന് ശേഷമാണ്. അപ്പം അച്ഛൻ എങ്ങോട്ട് ഓപ്റ്റ് ചെയ്താണോ? എനിക്ക് ഇവിടെ നോർത്ത് ഈസ്റ്റ് വന്ന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആൾക്കാരുടെ പെരുമാറ്റം, പിന്നെ ഇവിടുത്തെ മേഘാലയത്തിൽ ലാംഗ്വേജ് പഠിച്ചു. കാസി പഠിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വന്നു, അങ്ങനെ ഇങ്ങോട്ട് പോകുന്നു. ഇത് പിന്നെ ഇപ്പോഴും ഈ കെട്ടിടത്തിൽ ക്ലാസ്സുകൾ നടക്കുന്നുണ്ടല്ലേ? ഇതിൻ്റെ അകത്ത് ക്ലാസ് നടക്കുന്നുണ്ട്, 2 ക്ലാസ് നടക്കുന്നുണ്ട്. ഇത് എന്ന് പണിതതാ അച്ഛാ? ഇത് 2016 നാട്ടുകാരുടെ സഹായം കൊണ്ട്, നാട്ടുകാരാണ് ഇത് ഉണ്ടാക്കി തന്നത്. കാരണം അവർക്ക് അത്രയും ഇൻട്രസ്റ്റ് ആയിരുന്നു ഈ സ്കൂള് ഉണ്ടാകുന്നുള്ളത്. അതിന് ഞങ്ങളും കൂടെ സഹായിച്ചു. അങ്ങനെ ഒന്നിച്ച് ഞങ്ങൾ ഇതുണ്ടാക്കി. അതിനുശേഷം പിന്നെ വന്നത് പെർമിഷൻ്റെ കാര്യങ്ങളും, പിന്നെ ഇതുപോലുള്ള ഷെഡ് ഒരു സേഫായിട്ടുള്ളൊരു സ്ഥലമല്ല. അതുകൊണ്ട് പുതിയ കെട്ടിടത്തിനുള്ള പ്ലാനുകൾ തുടങ്ങി. അത് 2017 ജനുവരിയിൽ ഞങ്ങൾ പണി തുടങ്ങി. അതിലും നാട്ടുകാരുടെ സഹായം വളരെ ശക്തമായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു പുതിയ കെട്ടിടം ഇല്ലെങ്കിൽ നമുക്ക് ഗവൺമെൻറ്റിനുള്ള പെർമിഷൻ കിട്ടുകയില്ല. പിന്നെ ഹോസ്റ്റലൊരു അനിവാര്യമാണ്. അപ്പോൾ അതും കൂടെ വെച്ച് നോക്കുമ്പോൾ ഒരു കോൺക്രീറ്റ് ബിൽഡിംഗ് ഇല്ലാതെ നമുക്കത് ഓടിക്കാൻ സാധിക്കുകയില്ല. ഇപ്പോൾ ഞങ്ങൾ ടെമ്പററി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൈവറ്റായിട്ട് ഒരു ഹോസ്റ്റലുണ്ട്. അപ്പോൾ അങ്ങനെ 2 ഹോസ്റ്റലിലായിട്ടാണ് നടക്കുന്നത്. പിന്നെ ഇത് സേഫ്റ്റിയുടെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്കൊരു അനുഭവം കൂടി ഉണ്ടായിരുന്നു. പാലിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹോസ്റ്റൽ കത്തി 10 പിള്ളേർ മരിച്ചു. അതിൻ്റെയൊക്കെ വെച്ച് ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയർ കൊടുക്കാവോ അത്രയും നല്ലതാണ്. അതിനുശേഷമാണ് ഞങ്ങൾക്ക് അത് തന്നെയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഗവൺമെൻറ് കൂടുതൽ സ്ട്രിക്റ്റ് ആയത്. ഇങ്ങനെയുള്ള ഷെഡുകളിൽ ഹോസ്റ്റൽ നടത്താൻ പാടില്ല എന്നുള്ള റൂള് വന്നതിന് ശേഷമാണ്. അതുകൊണ്ടാണ് ഇത് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അത് നാട്ടുകാരുടെ സഹായത്തോടെ ഞങ്ങൾ ഇപ്പോഴും നന്നായിട്ട് പോകുന്നു. പിന്നെ ദൈവ സഹായം ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്. അങ്ങനെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നു. ഈ പിള്ളേരെല്ലാം ലൈനായിട്ടാണല്ലോ പോകുന്നത്. എങ്ങോട്ടാ ഈ ലൈനായിട്ട് പോകുന്നത്? ഇതെല്ലാം ഹോസ്റ്റലിലെ പിള്ളേരാണ്. അതുകൊണ്ടാണ് അവർ ലൈനായിട്ട് പോകുന്നത്. അവരെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ ചില സമയങ്ങളിൽ പിള്ളേർ മറ്റുള്ളവർ ഡേ സ്കോളേഴ്സിൻ്റെ കൂട്ടത്തിൽ ഇറങ്ങി ചാടി ഓടിപ്പോകും. അതുകൊണ്ട് ഇവരെ എല്ലാം ലൈനായിട്ട് കൊണ്ടുപോകുള്ളൂ. ഫാദർ ഫാദർ സ്റ്റീഫൻ അസിസ്റ്റന്റ് വികാരിയാണ്. ഓക്കെ. He's in charge of the school. Yeah, from where are you from, father? Morning, father.
Manipur. ഇതിപ്പോൾ ഇവിടുത്തെ കെട്ടിടം അച്ഛൻ പറഞ്ഞതുപോലെ പണി തുടങ്ങി. പണി തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ഓടുകയല്ലോ. ഇവിടുത്തെ നിയമവും അതിൻ്റെ പെർമിഷൻ എല്ലാം കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഒരു പക്കാ ബിൽഡിംഗ് ഇല്ലാതെ നടക്കുകയില്ല. പിന്നെ ഇതുപോലുള്ളൊരു സാഹചര്യത്തിൽ ഒരുപാട് നാൾ നമുക്ക് ഇത് ഓടിച്ചുകൊണ്ട് പോകാനും പറ്റുകയില്ല. അതുകൊണ്ട് പക്ഷേ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ അച്ഛൻ? ബിൽഡിങ്ങിന് എക്സ്പെൻസീവ് ആണ്. സിമെൻറ്റിന് 700 രൂപ കൊടുക്കണം. കമ്പിക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് 65 രൂപ 1 കിലോയ്ക്ക് കൊടുക്കണം. അതായത് താഴെ നമ്മൾ പിന്നെ ടൗണിൽ 450 രൂപയ്ക്കല്ലേ ഉള്ളൂ സിമെന്റ് വെച്ചാൽ. പക്ഷേ എന്നിട്ട് ഇവിടുത്തെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ 250 രൂപ വണ്ടിക്കൂലി വരും. കാരണം റോഡ് മോശമാണ്. നിങ്ങൾ കണ്ടിട്ടുള്ള വന്ന വഴി പാലിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട വഴിയാണ്. ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടു ഇവിടം വരെ എത്താൻ വേണ്ടി. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരുപാട് ചെലവ്. പക്ഷേ നമുക്കൊരു വിദ്യാഭ്യാസ സ്ഥാപനം ഇല്ലാതെ നമുക്കൊരു ഇവിടെ ഒരു പ്രവർത്തനം ഇല്ലാതെ നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് ഒരുപാട് ആൾക്കാരിലേക്ക് കടന്നു ചെല്ലാൻ പറ്റും. യേശുവിനെ കുറിച്ച് പറയാൻ പറ്റും. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കൂടെയും ഹോസ്റ്റൽ വഴിയിലും നമുക്കൊരു കൂടുതൽ കോണ്ടാക്ട് ആൾക്കാരുമായിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും അത് പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം അക്രൈസ്തവരായിട്ടുള്ളവരും നമ്മുടെ സ്കൂളുള്ളതുകൊണ്ടാണോ നമ്മുടെ? തീർച്ചയായിട്ടും വിദ്യാഭ്യാസം ഒരു പ്രധാന കോമ്പനൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത് നമ്മുടെ മിഷൻ വർക്കിൽ പ്രവർത്തനത്തിൽ. അതുപോലെ തന്നെ ഈ എനിക്ക് തോന്നുന്നത് പലപ്പോഴും നമ്മൾ അച്ഛന്മാരെ ഇവർ ഇൻവൈറ്റ് ചെയ്യുന്നത് പല സമൂഹങ്ങളും അധികം കത്തോലിക്കരില്ലെങ്കിൽ അവർ ഇൻവൈറ്റ് ചെയ്യുന്നത് നമ്മൾ സ്കൂൾ തുടങ്ങുന്നുള്ളൊരു പ്രതീക്ഷയിലും കൂടെയാണ്. തീർച്ചയായിട്ടും ഞാനിവിടെ 3 വർഷം മുമ്പ് ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ആൾക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് ആദ്യമായിട്ട് വേണ്ടത് വിദ്യാഭ്യാസമാണ്. അച്ഛന്മാരുടെ വിദ്യാഭ്യാസത്തിൽ ഞങ്ങളുടെ പിള്ളേർക്ക് നല്ല സന്മാർഗ രീതിയിൽ പോകാൻ സാധിക്കും. അതുകൊണ്ട് അച്ഛ എങ്ങനെയെങ്കിലും ഒരു സ്കൂള് വലിയ താമസമില്ലാതെ തുടങ്ങണമെന്ന് പറഞ്ഞു. അതുകൊണ്ടായിരിക്കും ഷെഡ് പെട്ടെന്ന്. അതുകൊണ്ട് ഞാൻ 1 വർഷത്തിനുള്ളിൽ ഈ ഷെഡ് ഉണ്ടാക്കി സ്കൂൾ തുടങ്ങാൻ തന്നെ തീരുമാനിച്ചു. കാരണം അത്രയും ആവശ്യമായിരുന്നു അവർക്ക് സ്കൂളിനെ കുറിച്ച്. നോർത്ത് ഈസ്റ്റിൻ്റെ എല്ലാ സ്ഥലത്തും നോക്കിയാൽ അച്ഛനിപ്പോൾ ഒത്തിരി ത്രിപുരയിലും മേഘാലയയിലും ഒക്കെ വർക്ക് ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നോക്കിയാലും അവരുടെ എല്ലാം വളർച്ച ഇപ്പം ഒത്തിരി വളർന്നിരിക്കുന്നത് നമ്മുടെ ഒരു ക്രിസ്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഗുണം തന്നെയാണ്. തീർച്ചയായിട്ടും ക്രിസ്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണം കൊണ്ട് തന്നെയാണ് നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മേഘാലയത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് എനിക്ക് മേഘാലയത്തിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ മേഘാലയത്തിൽ ഇന്ന് ഒരു 60-65% 70% ലിറ്ററസി ഉണ്ടെങ്കിൽ അത് ക്രിസ്ത്യൻ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമാണ്. നമുക്ക് അതുപോലൊരു ഭാവി ഇവിടെ ഉണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും ഡെവലപ്മെൻറ്റ് വിദ്യാഭ്യാസത്തിൽ കൂടി മാത്രമേ ഉണ്ടാകാൻ പോകുന്നുള്ളൂ. ആ ഒരു മേഖലയിൽ നമ്മുടെ സഭയാണേലും രൂപതയാണേലും ഒത്തിരി ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് വലിയൊരു ആശ്വാസകരമാണ്. അതെ, പ്രത്യേകിച്ച് ഇതുപോലുള്ളൊരു സെറ്റപ്പിൽ ആൾക്കാർക്ക് കൂടുതലായിട്ട് നല്ല വിദ്യാഭ്യാസം കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതിൻ്റെ ഒരു മാറ്റം നമുക്കിപ്പോൾ 3 വർഷം കൊണ്ട് തന്നെ ഇവിടെ ആൾക്കാരുടെ ഇടയിൽ അതിൻ്റെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അവരോട് സംസാരിക്കുമ്പോൾ തന്നെ അവരതാണല്ലോ പറയുന്നത്. എനിക്കത് എക്സ്പീരിയൻസും ചെയ്യുന്നുണ്ട്. കാരണം പിള്ളേരുടെ ബിഹേവിയർ അത് തന്നെ നാട്ടുകാരുടെ ബിഹേവിയർ. ഞാനിവിടെ വരുന്നതിന് മുമ്പ് ഞാൻ കേട്ടത് ഇവിടുത്തെ ആൾക്കാരെല്ലാം ഭയങ്കര ഭീകരന്മാരാണ്, പ്രശ്നക്കാരാണ്. പക്ഷേ ഞാൻ ഇവിടെ ഇവരുടെ അടുത്ത് താമസിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ആ രീതി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ഒരു തോന്നലേ ഇല്ല. ചേട്ടൻ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇവിടെ കൂടുതൽ മാറ്റങ്ങൾ വരും, വികസനം വരും. ഇന്നലെ ഞങ്ങൾ എത്രയായിരുന്നു ഞങ്ങൾ യാത്ര ചെയ്തത്? ഇന്നലെ ഏതാണ്ട് 65 കിലോമീറ്ററാണ്. ഞങ്ങൾ 45-ഉം 40-ഉം 85 കിലോമീറ്ററാണ് ഞങ്ങൾ അവിടുന്ന് യാത്ര ചെയ്തത്. അത് ഞങ്ങൾ 8 മണിക്കൂർ കൊണ്ടാണ് യാത്ര ചെയ്ത് ഇവിടെ എത്തിയപ്പോൾ. ഏതായാലും അതിനൊരു മാറ്റം വരും നമുക്ക്. തീർച്ചയായിട്ടും ഞാനും അതാണ് ചിന്തിക്കുന്നത്. ഒരു 25-30 വർഷത്തിനുള്ളിൽ തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നുണ്ട്. കാരണം 3 വർഷത്തിനുള്ളിൽ ഞാൻ ഒരുപാട് കണ്ടു. കാരണം ഇവിടെ 14 ഗ്രാമങ്ങളിൽ പോകണമെങ്കിൽ വണ്ടിക്ക് പോകാൻ പറ്റില്ലായിരുന്നു. ഇപ്പം എനിക്ക് 3 ഗ്രാമത്തിൽ നടന്നു പോകേണ്ട ആവശ്യമുള്ളൂ. ബാക്കി എല്ലാ ഗ്രാമത്തിലും വണ്ടി പോകുന്നുണ്ട്. 3 ഗ്രാമത്തിൽ മാത്രമേ എനിക്ക് പോകേണ്ടുള്ളൂ. ബാക്കിയുള്ള ഗ്രാമത്തിലെല്ലാം അവർ റോഡുകൾ തന്നെ ടാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. We wish our Father Francis, our parish priest, a very happy feast, and the students would like to wish you a very happy feast day. ഇന്നത്തെ ദിവസം ഒക്ടോബർ 4 ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ദിവസമാണ്. വികാരിയച്ഛൻ്റെ പേരും ഫാദർ ഫ്രാൻസിസ് ആണ്. അതുകൊണ്ട് ഇന്ന് അച്ഛൻ ഫീസ്റ്റ് ഡേ ആഘോഷിക്കുന്നു. നമുക്ക് അച്ഛന് എല്ലാവിധ ഫീസ്റ്റ് ഡേയുടെ എല്ലാവിധ മംഗളങ്ങളും നേരാം. അതോടൊപ്പം തന്നെ കുട്ടികളെല്ലാവരും ചേർന്ന് അച്ഛനെ വിഷ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഗാനം ആരംഭിക്കാം.
Happy feast day to you. Happy feast day to you. Happy feast day to you, dear Father. Happy feast day to you. May the good Lord bless you. May the good Lord bless you. May the good Lord bless you, dear Father. Happy feast day to you. May the good Lord bless you. May the good Lord bless you. May the good Lord bless you, dear Father. Happy feast day to you. Prayerful festal greetings on this day. May the good God bless you forever. Prayerful festal greetings on this day. May the good God bless you forever. Happy feast day, happy feast day, happy feast day to you. Happy feast day, happy feast day, happy feast day to you. നാടും വീടുമൊക്കെ ഉപേക്ഷിച്ച് യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ മൈലുകൾ താണ്ടി ഇവരെ തേടി ഇവിടെ വരാൻ മാത്രം ഒരു മിഷണറിക്ക് ഇവിടെയുള്ളവരുമായി എന്തു ബന്ധമാണുള്ളത്? Many, many joyful memories forever. യേശുക്രിസ്തുവിനെക്കുറിച്ച് ഇവരെ പഠിപ്പിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന മഹത്തായ കൽപ്പന. മാനവരാശിയുടെ രക്ഷയെ പ്രതിയാണ് മിഷണറിമാർ ഇവിടേക്ക് വന്നതെന്ന യാഥാർത്ഥ്യം പുതുതലമുറയെങ്കിലും ചങ്കൂറ്റത്തോടെ പറയട്ടെ. പണ്ട് നമ്മുടെ പൂർവികർക്ക് ക്രിസ്തുവിശ്വാസം പകർന്നു തന്ന ആ മഹാത്മാക്കളായ ഓരോ മിഷണറിമാരെയും ഈ അവസരത്തിൽ നന്ദിപൂർവ്വം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്ന എല്ലാ മിഷണറിമാരെയും അഭിമാനത്തോടെ ഓർക്കാം. സന്ദേശങ്ങൾ അയക്കാം. ഒപ്പം ഷാലോം കുടുംബത്തിന്റെ ആശംസകളും അരുണാചൽ മിഷനെ അറിയിച്ചുകൊള്ളുന്നു. ഹാപ്പി ഫീസ്റ്റ് ഡേ, ഫാദർ.